ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് പശ്ചിമേഷ്യയിലെ യുദ്ധസമാനമായ സാഹചര്യങ്ങൾ. മിസൈലുകൾ ആകാശത്ത് തീപ്പൊരി ചിതറിക്കുന്നു, എണ്ണക്കപ്പലുകളുടെ വഴിത്താരകൾ അടയുന്നു. പക്ഷേ ഈ യുദ്ധപ്പുകയ്ക്കിടയിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്നത് മറ്റൊരു കാര്യമാണ്: ചൈനയുടെ മൗനം. തങ്ങളുടെ തന്ത്രപരമായ പങ്കാളി എന്ന് ചൈന വിശേഷിപ്പിക്കുന്ന ഇറാൻ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആക്രമണത്തിൽ തകരാൻ പോകുമ്പോഴും ബെയ്ജിംഗ് എന്തുകൊണ്ട് കൈയും കെട്ടി നോക്കി നിൽക്കുന്നു? പാകിസ്ഥാന് ഒരു ചെറിയ പ്രതിസന്ധി നേരിടുമ്പോൾ പോലും ഓടിയെത്തുന്ന ചൈനീസ് ഡ്രാഗൺ ഇറാനെ മരണവക്കിൽ കൈവിടുന്നത് എന്തുകൊണ്ടാണ്? ഇത് വെറും തന്ത്രമാണോ, അതോ വലിയൊരു ചതിയാണോ? ഇത് ലോകം കണ്ട ഏറ്റവും വലിയ നയതന്ത്ര വഞ്ചനയാണോ? ചൈനയുടെ വിദേശ നയത്തിലെ ഈ ഒരു ഇരട്ടത്താപ്പിനെ കുറിച്ച് നമുക്കൊന്ന് ആഴത്തിൽ പരിശോധിക്കാം. കഴിഞ്ഞ കുറച്ച് രാത്രികൾ ശരിക്കും ലോകത്തിന് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിന്റെ നെഗേവ് ന്യൂക്ലിയർ റിസർച്ച് സെന്ററിന് തൊട്ടടുത്താണ് പതിച്ചത്. നമ്മുടെ ഭാവിക്കായുള്ള യുദ്ധത്തിലെ ഏറ്റവും പ്രയാസമേറിയ രാത്രി എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഈ ഒരു സംഭവത്തെ വിശേഷിപ്പിച്ചത്. ഇതിനിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആ ഒരു ഷോക്കിംഗ് ഡെഡ് ലൈൻ വന്നു. 48 മണിക്കൂറിനുള്ളിൽ ഹോർമുസ് കടലെടുക്ക് തുറന്നില്ല എങ്കിൽ ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ തകർക്കും എന്നായിരുന്നു ട്രംപിന്റെ അന്ത്യശാസനം. ആ സമയം ഇന്ന് അവസാനിക്കുകയാണ്. ലോക വിപണിയിൽ എണ്ണവില 70% വർദ്ധിച്ചു കഴിഞ്ഞു. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പെട്രോൾ വില ആകാശത്തോളമാണ്. ഈ നിർണായക ഘട്ടത്തിലാണ് ഇറാൻ തങ്ങളുടെ സുഹൃത്തായ ചൈനയുടെ സഹായം തേടിയത്. പക്ഷേ ബെയ്ജിംഗിൽ നിന്ന് ലഭിച്ച മറുപടി ഇറാനെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. എന്തുകൊണ്ടാണ് ചൈന ഇറാനെ സഹായിക്കാത്തത്? ഇതിനെക്കുറിച്ച് UK ചൈന ട്രാൻസ്പെറൻസിയിലെ ഹോവാർഡ് ഷാങ് ഒരു രസകരമായ വിശകലനം നടത്തിയിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ചൈനയ്ക്ക് എല്ലാവരും ഒരുപോലെയല്ല. ചൈനീസ് നിഘണ്ടുവിൽ സഖ്യം എന്ന വാക്കിനേക്കാൾ പങ്കാളിത്തം, പാർട്ട്ണർഷിപ്പ് എന്ന വാക്കിനാണ് മുൻഗണന. ഈ പങ്കാളിത്തങ്ങൾ തന്നെ ഒരേ നിലവാരത്തിലുള്ളവയല്ല. ചൈനീസ് വിദേശ ബന്ധങ്ങളെ ഒരു ഹൈറാർക്കിയായിട്ട്, ഒരു ശ്രേണിയായി കാണുന്നതാണ് ഉചിതം. ഈ പറഞ്ഞ ഹൈറാർക്കിയിൽ അല്ലെങ്കിൽ ഈ ഒരു ശ്രേണിയുടെ മുകളിൽ റഷ്യ നിൽക്കുമ്പോൾ തൊട്ട് താഴെയുള്ള സുരക്ഷാ തട്ടിലാണ് പാകിസ്ഥാന്റെ സ്ഥാനം എന്ന് പറയുന്നത്. എന്നാൽ ഇറാൻ ആകട്ടെ ചൈനയ്ക്ക് തന്ത്രപരമായി പ്രധാനപ്പെട്ടതാണെങ്കിലും ഈ മുൻഗണനാ പട്ടികയിൽ ഏറെ താഴെയാണ്. അതായത് പാകിസ്ഥാനെ സംരക്ഷിക്കാൻ ചൈന റിസ്ക് എടുക്കും, പക്ഷേ ഇറാനെ സംരക്ഷിക്കാൻ ചൈന തയ്യാറല്ല. ഇത് ശരിക്കും ശുദ്ധമായൊരു ബിസിനസ് കാൽക്കുലേഷൻ ആണ്. ചൈനയുടെ കണ്ണിൽ ഇറാൻ ഒരു ഉപയോഗപ്രദമായ പങ്കാളി മാത്രമാണ്, അല്ലാതെ ഒരു ലയബിലിറ്റി, ഒരു ബാധ്യതയല്ല. ഇവിടെയാണ് നമ്മൾ ചൈനയുടെ ചാണക്യതന്ത്രം മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് ചൈന പാകിസ്ഥാനെ ഇത്രയധികം ചേർത്ത് പിടിക്കുന്നത്? ചൈനയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ വെറും ഒരു അയൽരാജ്യമല്ല, മറിച്ച് തങ്ങളുടെ തന്ത്രപരമായ താല്പര്യങ്ങളുടെ നട്ടെല്ലാണ്. ദക്ഷിണേഷ്യയിൽ ഇന്ത്യയെ പ്രതിരോധിക്കാനും അമേരിക്കൻ സ്വാധീനം കുറയ്ക്കാനും പാകിസ്ഥാനെ പോലൊരു പങ്കാളി ചൈനയ്ക്ക് വളരെ 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 അത്യാവശ്യമാണ്. അതുപോലെ തന്നെയാണ് ദശലക്ഷക്കണക്കിന് ഡോളർ മുടക്കി ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി CPEC, അതുപോലെ ഗ്വാദർ തുറമുഖം, ഇതൊക്കെ ചൈനയുടെ ജീവനാഡിയാണ്. പാകിസ്ഥാൻ തകർന്നാൽ ചൈനയുടെ പടിഞ്ഞാറൻ അതിർത്തികൾ സുരക്ഷിതമല്ലാതെയാകും. അതുകൊണ്ട് പാകിസ്ഥാൻ ഒരു വെല്ലുവിളി നേരിടുമ്പോൾ അത് ചൈനയുടെ തന്നെ വെല്ലുവിളിയാണ്. അങ്ങനെ ആയിട്ടാണ് ബെയ്ജിംഗ് കണക്കാക്കുന്നത്. ഇതാണ് ഇറാന് ലഭിക്കാത്ത ആ ഒരു സ്പെഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഇനി ഇറാനിലേക്ക് വരുമ്പോൾ കഥ മാറുകയാണ്. ചൈനയ്ക്ക് ഇറാൻ ഒരു പ്രധാന എണ്ണ വിതരണക്കാരനാണ്. കൂടാതെ അമേരിക്കയുടെ പശ്ചിമേഷ്യൻ അധിനിവേശത്തെ തടയാൻ ശേഷിയുള്ള ഒരു പ്രാദേശിക ശക്തിയുമാണ്. എന്നാൽ ഇറാന് വേണ്ടി ഒരു യുദ്ധത്തിന് ഇറങ്ങാനോ തങ്ങളുടെ സൈനിക ശേഷി അവിടെ വിന്യസിക്കാനോ ചൈന തയ്യാറല്ല. ഇറാനെ ചൈന കാണുന്നത് ഒരു സ്പോയിലർ ആയിട്ടാണ്, അതായത് അമേരിക്കയുടെ പദ്ധതികൾ തകർക്കാൻ സഹായിക്കുന്ന ഒരാൾ, അത്രയേ ഉള്ളൂ. എന്നാൽ ഹോർമുസ് കടലെടുക്ക് അടയ്ക്കുമെന്ന ഇറാന്റെ ഭീഷണി ചൈനയെ ശരിക്കും വെട്ടിലാക്കിയിരിക്കുകയാണ്. കാരണം ചൈനയുടെ ഊർജ്ജ ഇറക്കുമതിയുടെ മെജോറിറ്റിയും ഈ ഒരു വഴിയിലൂടെയാണ് വരുന്നത്. ഇറാൻ യുദ്ധത്തിൽ ഏർപ്പെടുന്നത് ചൈനയുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കും. അതുകൊണ്ട് ഇറാനെ സഹായിക്കുന്നതിന് പകരം സമാധാനത്തെക്കുറിച്ച് വെറുതെ പ്രസംഗിച്ച് കൈ കഴുകാനാണ് ചൈന ശ്രമിക്കുന്നത്. ഇറാന്റെ പക്കൽ ചൈനീസ് നിർമ്മിത മിസൈലുകളും ആയുധങ്ങളും ഉണ്ടായേക്കാം, പക്ഷേ യുദ്ധമുണ്ടായാൽ സൈനികമായിട്ട് കൂടെ നിൽക്കില്ല എന്ന് ചൈന പരോക്ഷമായി പറഞ്ഞു കഴിഞ്ഞു. പശ്ചിമേഷ്യയിലെ ഈ പ്രതിസന്ധി ലോകത്തിന് നൽകുന്ന പാഠം വളരെ വലുതാണ്. വൻ ശക്തികളുടെ സൗഹൃദങ്ങൾ എന്നും ഉപാധികൾക്ക് വിധേയമാണ്. ചൈനീസ് ഡ്രാഗൺ സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ തങ്ങളുടെ ലാഭം എവിടെയാണ് എന്ന് നോക്കുന്നുണ്ട്. ഇറാൻ ഇന്ന് നേരിടുന്ന ഒറ്റപ്പെടൽ ചൈനീസ് സൗഹൃദ വലയത്തിലുള്ള മറ്റ് രാജ്യങ്ങൾക്കും ഒരു മുന്നറിയിപ്പാണ്. തന്ത്രപരമായ പങ്കാളിത്തങ്ങൾ വെറും കടലാസ് കരാറുകളല്ല എന്നും അത് പ്രയോഗത്തിൽ വരുമ്പോൾ മാത്രമാണ് അതിന്റെ മൂല്യം തിരിച്ചറിയുക എന്നും ഇറാൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന ഈ കടന്നാക്രമണങ്ങൾക്കിടയിൽ ഇറാൻ തനിയെ പോരാടേണ്ടി വരുമോ, അതോ അവസാന നിമിഷം ചൈന ഇടപെടുമോ? ഇതുവരെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചൈന സ്ട്രാറ്റജിക് ഡിസ്റ്റൻസ് പാലിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാര്യങ്ങൾ ശരിക്കും കൈവിട്ടു പോകുന്ന അവസ്ഥയിലാണ്. 2026 മാർച്ച് 23 കണക്കുകൾ പ്രകാരം ലോകം ഒരു വൻ സാമ്പത്തിക തകർച്ചയിലേക്കും യുദ്ധത്തിലേക്കും നീങ്ങുകയാണ്. വരും ദിവസങ്ങളിൽ യുദ്ധം മുറുകുമ്പോൾ ചൈനയുടെ ഈ മൗനവും ദൂരവും പശ്ചിമേഷ്യയുടെ ഭൂപടം എങ്ങനെ മാറ്റിവരയ്ക്കുമെന്ന് കണ്ടറിയണം.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.